വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. അപ്പോൾ നാസ് വ്ലോഗ് കാലിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനൊക്കെ അമർത്തി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്ക് എന്താക്കാം, രാവിലെ സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സിലുള്ള തയ്യാറെടുപ്പ് എങ്ങനെ, രാവിലെ കിച്ചണിലെ തിരക്കെന്താ, ഭയങ്കര തിരക്കാട്ടോ. മക്കൾക്ക് ഇന്ന് ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് സാമ്പാർ ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചാൽ, അപ്പോൾ ഇന്ന് സാമ്പാറിലേക്ക് ക്യാരറ്റ്, തക്കാളി, ചേന, കിഴങ്ങ്, പരിപ്പ്, ഉള്ളി ഒക്കെ, അതിൻ്റെ അടുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇതൊക്കെ ഇട്ടിട്ട് ആദ്യം ഞാൻ ഇതാക്കി സാമ്പാർ കായൊക്കെ ഇതൊക്കെ പച്ചക്കറിയൊക്കെ വെജൊക്കെ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം ഇത്തിരി അത് കുറച്ച് പരിപ്പിടും, കുറേ പരിപ്പൊന്നും ഇടില്ല, കുറച്ച് പരിപ്പൊക്കെ ഇട്ട് ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഈ മസാലകളൊക്കെ ഇട്ടിട്ട് മിക്സാക്കി. അപ്പോൾ മിക്സാക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ പച്ചമുളക് കിട്ടിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ വേഗം പച്ചമുളക് എടുത്ത് കഴുകി പച്ചമുളകും അരിഞ്ഞ് റെഡിയാക്കി. അപ്പത്തിനേക്ക് അപ്പോഴത്തെ തൊട്ടടുത്തുള്ള അടുപ്പിൽ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ടാട്ടോ ഈ സാമ്പാറിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പത്തിനേക്ക് ഇതവിടെ ചായ തിളയ്ക്കുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് അരി തിളയ്ക്കാനായിട്ടുണ്ട്. അപ്പത്തിനേക്ക് ഞാൻ ചായപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം തിളയ്ക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, അപ്പോൾ കുറച്ച് ചായപ്പൊടി ഇട്ടാലും ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നു പോയതാട്ടോ. കുറച്ച് ഞാൻ ചുക്കുപൊടിയും കുറച്ച് നമ്മുടെ ഗ്രാമ്പൂ ഏലക്കയില്ലേ അതും കൂടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പത്തിനേക്ക് ഞാൻ അരി കഴുകി അരി ഇടുന്നുണ്ട് കേട്ടോ. വേഗം സ്പീഡിൽ 8 മണിയാകുമ്പോഴത്തേക്ക് മക്കൾക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ആവണ്ടേ, അതിൻ്റെ തരും. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയാം, വൻപയർ ഉണ്ടല്ലോ, മമ്പയർ എന്നാണ് പറയുക ഇവിടെ. അപ്പോൾ മമ്പയർ തേങ്ങയും ശർക്കര ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു, അതാകുമ്പോൾ വേഗം കഴിയല്ലോ. അങ്ങനെ ലഞ്ച് ബോക്സിലേക്കുള്ള കോവയ്ക്കാട്ടൊന്ന്, കോവക്ക ഉപ്പേരി ആട്ടോ. ഞങ്ങളവിടെ ഉപ്പേരി എന്നാണ് പറയുക, ചില ഡിസ്ട്രിക്റ്റിലൊക്കെ പറയുക തോരൻ എന്നൊക്കെയാണ്, പക്ഷെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഉപ്പേരിയാന്ന് പറയാം. തേങ്ങ ഇട്ടിട്ടായാലും അല്ലാതെ ഇട്ടിട്ടായാലും ഒക്കെ പറയുക ഉപ്പേരി എന്നാട്ടോ. അപ്പം ഇന്ന് ഉപ്പേരിക്ക് കോവക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോവക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കോവയ്ക്ക രാവിലെ ആയിക്കഴിഞ്ഞാൽ മക്കളെ നിൽക്കാനും ഇരിക്കാനും ഒന്നും സമയം ഉണ്ടാവില്ല, അത്രയും തിരക്ക്. 8 മണിയാകുമ്പോഴത്തേക്ക് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച്, അതിൻ്റെ ഇടയ്ക്ക് ഇവർ ടിഫിൻ എടുത്തേക്കാനും ബോട്ടിൽ വെള്ളം നിറയ്ക്കാൻ ഒക്കെ ഇവരെ വയ്യാലെ നടക്കണം, അത് ഇത് ചെയ്യെന്ന് പറഞ്ഞിട്ട്. അപ്പത്തിനേക്ക് അത് അരിഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തിനേക്ക് ചോറ് വെന്തോന്ന് ഞാൻ നോക്കാം കേട്ടോ. ചോറ് വെന്തിട്ട് വേണം ആ അടുപ്പിൽ നമുക്ക് ഉപ്പേരിക്കുള്ളത് വെക്കാൻ. അപ്പത്തിനേക്ക് മമ്പയർ ഏകദേശം ഫസ്റ്റ് വിസിൽ വരുന്നുണ്ട് കേട്ടോ. മമ്പയർ പുതർത്താത്തതിനെ കൊണ്ട് കുറച്ച് 4 വിസിലൊക്കെ വരണം, എന്നാലേ വേഗത്തുള്ളൂ. പിന്നെ ഇവിടെ ഇവർക്ക് കുറച്ച് വെള്ളം കൂടി വേണം. അപ്പോൾ ചോറ് ഞാൻ അവിടെ വെന്ത് അത് ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം ആ ഒരു അടുപ്പിൽ തന്നെ ഞാൻ എന്താക്കിയെന്നറിയാം, വേഗം ചീനച്ചട്ടി ഓൾറെഡി ഇന്നലെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാട്ടോ ഒരു ചമ്മന്തി. അപ്പോൾ അതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചീനച്ചട്ടി തന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി, കോവക്ക ഉപ്പേരി ഉണ്ടാക്കിയതിന് ശേഷം വേഗം തേങ്ങ ചെരുവിയിട്ട് കോവയ്ക്കയിലേക്കും കുറച്ച് തേങ്ങ എടുത്തു, കുറച്ച് സാമ്പാറിലേക്ക്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള മമ്പയറിലേക്ക് ഒത്തിരി തേങ്ങ വേണമല്ലോ, അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചാണ് ചെരുവിയത്. അപ്പോൾ കുറച്ച് സാമ്പാറിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നല്ലപോലെ വഴറ്റി ബ്രൗൺ കളറായതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ട്, കുരുമുളക് പൊടി ഇട്ട്, കുറച്ച് സാമ്പാർ പൊടി ഇട്ട്, ഇതൊക്കെ നിങ്ങളെ ആവശ്യാനുസരണം ഇട്ടാൽ മതി. ഞാനൊക്കെ എൻ്റെ ആവശ്യാനുസരണം എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ടാട്ടോ ഇടുന്നത്. അതൊക്കെ കൂടി ആ തേങ്ങയിൽ മിക്സ് ആക്കിയതിന് ശേഷം അപ്പത്തിനേക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മമ്പയർ റെഡിയാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് വേഗം മക്കൾക്ക് കൊടുക്കാൻ നോക്കിയിരുന്നു. അപ്പത്തിനേക്ക് തേങ്ങ റെഡിയായി. തേങ്ങ വേഗം മിക്സിയിലടിച്ച്, തീരെ വെള്ളം കൂട്ടാണ്ട് ചെറിയ ജാറില്ല അതിലാട്ടോ ഞാൻ അടിക്കൽ, അങ്ങനെയാണ് അടിക്കേണ്ടത്. അങ്ങനെ ഞാൻ ആ തേങ്ങ അതിലേക്ക് അടിച്ച്
ഈ സാമ്പാറിലേക്ക് മിക്സാക്കിയതിന് ശേഷമാണ് നമ്മുടെ വെണ്ടക്ക ഇട്ടത്. അപ്പോൾ വെണ്ടക്ക ഇപ്പോഴാട്ടോ ഇടുന്നത്. വെണ്ടക്ക വേവണ്ടേ, അപ്പോൾ അതിനെക്കൊണ്ട് ആ സമയം കൊണ്ട് എന്താക്കി, അവിടെ സാമ്പാറിൻ്റെ അത് വെണ്ടക്ക ഇട്ടിനെ കുറച്ച് സിമ്മാക്കിയിട്ട് അപ്പത്തിനേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും ഇട്ടിട്ട് പിന്നെ തൂമിക്കണ്ടേ, അപ്പോൾ കുറച്ച് തൂമിച്ച് വറ്റൽമുളക് ഉണ്ടമുളക് നെസ്റ്റോന്ന് ഞാൻ മേടിച്ചതാട്ടോ. അങ്ങ് സാമ്പാറിലേക്ക് ഇട്ട് തൂമിച്ച് ഒന്ന് തിളയ്ക്കാമെന്ന് വിചാരിച്ച്, കാരണം നമ്മളെ വെണ്ട തിളയ്ക്കണ്ടേ. ആ ചട്ടിയിലേക്ക് തന്നെ ഞാൻ വേഗം ഓംലെറ്റ് ഉണ്ടാക്കുക, ലഞ്ച് ബോക്സിലേക്കുള്ള ഓംലെറ്റ് രണ്ടാളത് ഒന്നിച്ചുണ്ടാക്കാമെന്ന് കരുതി. എന്നിട്ട് മുറിച്ച് കൊടുക്കാമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ സമയമില്ല, രണ്ടാൾക്കും ഓരോന്നോരോന്നും ഉണ്ടാക്കാനുള്ളതൊന്നും സമയമില്ല. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കി. അപ്പത്തിനേക്ക് ഇവിടെ ചെറുതായിട്ട് കരിഞ്ഞു. അപ്പത്തിന് ഈ കൂജയിൽ വെള്ളം ഞാൻ തലേ ദിവസം തിളപ്പിച്ച് ഈ കൂജയിൽ നിറച്ച് വെച്ചതിന് ശേഷമാണ് ഇവർക്ക് പിറ്റേന്നാൾ ബോട്ടിലാക്കി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ലഞ്ച് ബോക്സ് റെഡിയാക്കി. ഇച്ചിരി ചോറ്, കോവയ്ക്ക ഉപ്പേരി, മുട്ട ഓംലേറ്റ് രണ്ടാക്കും പീസാക്കിയിട്ട്. ഞാനിത് തുറന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂട് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടോ. പക്ഷെ ഇന്ന് ചൂട് പോകാനൊന്നുള്ള സമയമില്ല മക്കളെ, നല്ലോണം ഇന്ന് ലേറ്റായി. ഒന്നാമത് എണീക്കാൻ മഴ ഒക്കെ അതിനെക്കൂടെ എണീക്കാൻ നല്ല ലേറ്റായി. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ടാണ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ